യുക്തിബോധം ഇല്ലായ്മയെ ഹസ്കർ പോലും വിമർശിക്കുന്നുണ്ട്. ആ യുക്തിബോധം ഇല്ലാത്തവരിൽ കേരളത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരുണ്ട്. ഒന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും 2 VN വാസവനും. ഈ 2 പേർക്ക് ഉൾപ്പെടെയാണ്, ആശുപത്രി മാനുവലിന് ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് യുക്തിബോധം ഇല്ലാതിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് UDF-ഉം കോൺഗ്രസും പറയുന്നത് ഇത് ഭരണകൂട അനാസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണെന്ന് പറയുന്നത്. നമ്മൾ ബിന്ദുവിൻ്റെ കുടുംബത്തിന് കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് മാത്രമല്ല, എത്ര എളുപ്പത്തിലാണ് നഷ്ടപരിഹാരം കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അതിനു മുമ്പ് എങ്ങനെ ഈ മരണം സംഭവിച്ചെന്ന് പറയണ്ടേ? അതിനു മുമ്പ് അവിടെ എങ്ങനെ ഈ രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരുമായിട്ടും ആളുകൾ ആ ബിൽഡിങ്ങിൽ പോയി ശുചിമുറി ആവശ്യത്തിനുള്ള ഉപയോഗം നടത്തി എന്ന് അറിയണ്ടേ? ഇത് ഉപയോഗിക്കാത്ത ബിൽഡിംഗ് ആണെന്ന് മന്ത്രി എങ്ങനെയാണ് കള്ളം പറഞ്ഞത്? 2 മന്ത്രിമാർ മാറി മാറി പറഞ്ഞല്ലോ ഇത് ഉപയോഗിക്കാത്ത ബിൽഡിംഗ് ആണ്. പിന്നെ എങ്ങനെയാണ് ആളുകൾ അവിടെ പ്രവേശിച്ചത്? ആളുകൾ അവിടെ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറഞ്ഞല്ലോ. എന്നിട്ടും തിരുത്തിയോ? ഒരു അബദ്ധം പറ്റിയെങ്കിൽ അബദ്ധം പറ്റിയെന്ന് ഏറ്റുപറയാനുള്ള മിനിമം മാനുഷിക ബോധമെങ്കിലും കേരളത്തിലെ മന്ത്രിമാർക്കുണ്ടാകണം. നിങ്ങൾ എങ്ങനെയാണ് മാർക്സിസ്റ്റുകാരെന്ന് പറയുക? നിങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷം എന്ന് പറയുക? ഒരു സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു വകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ട് മരണപ്പെടുമ്പോഴും PR-ൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം പറയുക. നമ്പർ 1 കേരളത്തിനെ തള്ളി പറയാൻ ആരും തയ്യാറല്ലെന്നേ. ഈ നമ്പർ 1 കേരളത്തിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരില്ലേ, UDF-കാരില്ലേ, കേരളത്തിലെ മാധ്യമപ്രവർത്തകരില്ലേ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളില്ലേ? നിങ്ങൾ CPM-കാരുടെ മാത്രം സൃഷ്ടിയാണോ കേരളം? 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരള സംസ്ഥാനം ഉണ്ടായത്. ഇത് 2014 ശേഷമാണ് ഇന്ത്യ മഹാരാജ്യം ഉണ്ടായതെന്ന് നരേന്ദ്രമോദി പറയുന്നതിന് തുല്യമാണ്. അതിനു മുമ്പൊന്നും കേരളത്തിൽ പൊതുജനാരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും യാതൊരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ലേ? അങ്ങനെ VS അച്യുതാനന്ദനും EK നായരും EMS നമ്പൂതിരിപ്പാടുമൊക്കെ എന്ത് നോക്കിയിരിക്കുമായിരുന്നു? നിങ്ങൾ പറയുന്നത് കേട്ടാൽ പിണറായി വിജയന്റെ സൃഷ്ടിയാണ് കേരള സംസ്ഥാനം എന്ന അങ്ങനെ പറയല്ലേ, ദയവ് ചെയ്ത് പറയല്ലേ. അല്പമെങ്കിലും മനുഷ്യത്വം അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയല്ലേ. അഭ്യസ്തവിദ്യരായിട്ടുള്ള നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഈ പാർട്ടിക്കും സർക്കാരിനും വേണ്ടിയിട്ട് പരിചയ തീർക്കുന്ന ആളുകൾ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ പറയല്ലേ. ഇവിടെ ഹാരിസ് ചിറക്കൽ പറഞ്ഞ ആരോപണം, ഹാരിസ് ചിറക്കൽ ഒരു കോൺഗ്രസ്സുകാരനോ UDF പ്രവർത്തകനോ അല്ല എന്നാണ് എൻ്റെ ബോധ്യം. അദ്ദേഹം ഒരു തികഞ്ഞ CPM അനുഭാവിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടങ്ങുന്നു വിമാനമാർഗം പെട്ടെന്ന് എങ്ങനെയോ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിയത്, അതിനുള്ള മറുപടി പറയണ്ടേ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രിയിലെയും മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരും നഴ്സുമാരും നഴ്സിംഗ് അസിസ്റ്റന്റുമാരും ഫാർമസിസ്റ്റുകളും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂന്നുണ്ടോ? ഈ ചുവപ്പ് നാടയ്ക്ക് അപ്പുറത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് 9 വർഷമായിട്ട് ഇത് നടക്കുന്നത്. കേരളത്തിന്റെ ഒരു നേട്ടത്തെയും ഞങ്ങൾ എഴുത്തി കാണിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഓരോ ഇത്തരത്തിലുള്ള ദുര്യോഗങ്ങളെയും ദുരന്തങ്ങളെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്പർ 1 കേരളത്തിലെതിരെയുള്ള അക്രമമാണ് പറയല്ലേ. കേരളം നിങ്ങളുടെ മാത്രമല്ല. ഇനി ഹാരിസ് ചിറക്കലിനെതിരെ നടപടി സ്വീകരിക്കും. ഹാരിസ് ചിറക്കലിനെ മുഖ്യമന്ത്രി വരട്ടിയതുപോലെ ഇനി ഈ മരണപ്പെട്ട ബിന്ദുവിന്റെ അശ്രദ്ധ കൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞ് നാളെ ഈ മരണപ്പെട്ട ബിന്ദുവിന്റെ അശ്രദ്ധയ്ക്കെതിരെ നിങ്ങൾ ആക്ഷേപം ചൊരിയോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതിന് ബാധിക്കപ്പെട്ട മനുഷ്യരോട് നീതിപൂർവകമായിട്ടുള്ള ഒരു മറുപടി പറയാനെങ്കിലും കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയണം. ഇത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണെന്ന് പറഞ്ഞാൽ ഏത് സിസ്റ്റമാണ്? ഈ സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമല്ല, അതിന്റെ മുകളിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം. എന്തുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഭരണം കിട്ടിയത്? നിങ്ങളുടെ ചുമന്ന കൊടിയിലെ അരുവാൾ ചുറ്റിക നക്ഷത്രം കണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരു ജനകീയനായ മുഖ്യമന്ത്രിയുടെ തിരുനെറ്റിയിൽ കല്ലെറിഞ്ഞ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്തേക്കടിച്ചപ്പോൾ പിണറായി വിജയന്റെ സർക്കാർ വന്നാൽ എല്ലാം ശരിയാകുമെന്നുള്ള നിങ്ങളുടെ ആ തെരഞ്ഞെടുപ്പ് ക്യാപ്ഷനിൽ വിശ്വസിച്ച കുറെ മനുഷ്യരില്ലേ? അവരോട് നിങ്ങൾക്ക് മറുപടി പറയണ്ടേ?